ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളിൽ ആളുകൾ എന്താണ് കാണുന്നത്, നിങ്ങളറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ നമ്പർ 1, ഈ ഒരു ഫിഗറിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1 ഇതാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ 2, അതല്ല നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ റീഡിങ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആളുകൾ നിങ്ങളിൽ എന്താണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Five of Acorns. Somebody is thinking about me, it seems. The Emperor energy, Justice energy, Two of Acorns and the Tower moment. The next main theme is Moon card ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ എനർജി, 5 of Acorns എനർജി, സിറ്റുവേഷൻസ് ആൻഡ് ടവർ മൊമെൻറ്റ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുക. അതായത് നിങ്ങളുടെ ലൈഫ് പുറത്ത് കാണുന്ന പോലെ പുറത്ത് നിങ്ങൾ ചിരിച്ചു കളിച്ച് നടന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം തന്നെ നടന്നാലും അത് മറ്റുള്ളവർ ഒരിക്കലും അറിയില്ല. കാരണം നിങ്ങളുടെ മുഖത്ത് അതൊന്നും വരില്ല. നിങ്ങളെല്ലാവരോടും വളരെ സൗമ്യമായിട്ടും നിങ്ങളുടെ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, നിങ്ങളുടെ ഇന്നർ വേൾഡിൽ എന്തൊക്കെ സംഭവിച്ചാലും മറ്റുള്ളവരോട് വളരെ സ്മൂത്തായിട്ടും സംസാരിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളൊന്നും ടവർ എനർജി ഒന്നും റിവീൽ ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള സങ്കടങ്ങൾ റിലീസ് അതായത് നിങ്ങളത് റിലീസ് ചെയ്യുന്നത് മറ്റു വഴികളിലൂടെ ആയിരിക്കും. പക്ഷേ ചില ആളുകൾ അവരുടെ ലൈഫിൽ ഒത്തിരി സങ്കടങ്ങൾ, കാര്യങ്ങൾ പലരും പറയുന്നത് കണ്ട് അവരുടെ ലൈഫിൽ ഒത്തിരി അങ്ങനത്തെ നെഗറ്റിവിറ്റീസാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ അവർ ഹാർഷായിട്ട് പെരുമാറുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറണം എന്നില്ല. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് മറ്റുള്ളവരിൽ നിന്നൊക്കെ കേട്ടറിയുമ്പോൾ നിങ്ങളോട് അവർക്കൊരു തരത്തിലൊരു ആരാധന ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. 2 of Acorns എനർജി ആൻഡ് എംപറർ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ വർക്കിലുള്ളവർ, കൊളീഗ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പൊതുവെ നിങ്ങൾക്ക് നല്ലൊരു എന്തിനെക്കുറിച്ചൊരു ഗോളുണ്ട്. നിങ്ങൾ ഏത് വഴിയിലൂടെ മുന്നേറണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പോകുന്നില്ല, മറിച്ച് ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ തുടർന്നു കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്കിലാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ മേലധികാരികൾ, ബോസ് ആണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം സ്ഥിരതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് തരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ ആളുകളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജി എന്ന മൂൺ കാർഡാണ്. ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ജസ്റ്റിസ് എനർജിയാണ്, സത്യത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഇമാജിനേഷൻ, നല്ലൊരു ആർട്ടിസ്റ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു ധാരണയും, വളരെ ബുദ്ധിമതിയോ ആയിട്ടുള്ളൊരു ആളാണ് നിങ്ങൾ എന്നുള്ളൊരു ധാരണ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയും. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് വളരെയധികം പക്വതയാർന്ന ഒരു വ്യക്തി,
വളരെയധികം ജീവിതത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ രീതി, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ലോകത്തോടുള്ളത്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ആളുകൾ അഡ്മയർ ചെയ്യുന്ന തരത്തിലേക്കാണ് നിങ്ങളെ മറ്റുള്ളവർ ആ ഒരു രീതിയിലാണ് ശരിക്കും കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആരാധനയാണ്. നിങ്ങളുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ചില കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ അടുത്തറിയാവുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളൊരു അടുക്കും ചിട്ടിയോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ടെല്ലാം അടുക്കി വയ്ക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു വ്യക്തി എന്നുള്ളൊരു ധാരണയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സുഹൃത്തുക്കൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വളരെ ചുരുക്കം അടുത്ത സുഹൃത്തുക്കളുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താണെന്ന് തുറന്ന് സംസാരിക്കുക. ഒരു തരത്തിലൊരു ഒരു ഇൻട്രോവേർട്ടഡ് എനർജി ഇവിടെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു ആംബിവേർട്ട് ആയിരിക്കും, അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൈൽ നമ്പർ 2 ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓക്കെ, 6 of Acorns, 7 of Shells, Ace of Shells, Sun Energy, Ace of Crystals, Priestess Energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 of Acorns എനർജിയാണ്. അപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ളത്, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ. ലൈഫിൽ ഏത് വിധേനയും എന്ന് പറഞ്ഞാൽ നെഗറ്റീവോ അല്ലെങ്കിൽ മോറലി, അതായത് നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ, അല്ലാണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നാത്ത കാര്യങ്ങളിലൂടെയല്ല, മറിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് എക്സ്ട്രോവേർട്ടഡ് എന്ന് പറയാം, ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, സോഷ്യൽ സർക്കിളിൽ നിൽക്കാൻ ഒത്തിരി സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങളെന്നുള്ളത്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സംസാരം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ നിങ്ങളോട്, അതായത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഒന്ന് വന്ന് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരെല്ലാം തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്തയും ഇവിടെ നിങ്ങളെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 7 of Shells എനർജിയാണ്, മാനിഫെസ്റ്റേഷനാണ്, Ace of Crystals എനർജി. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഉള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു എയിം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇന്നതാണ് എൻ്റെ എയിം എന്ന് വെച്ചാൽ ആ എയിമിന് വേണ്ടി എന്തും ഏതറ്റം വരും പോവും ചെയ്യും. പക്ഷെ ആ ഒരു എയിമിലേക്ക് എത്താൻ, ആ ഗോളിലേക്ക് എത്താൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കില്ല. അപ്പോൾ നിങ്ങളോടിപ്പോൾ ഒന്ന് ചോയ്സ് പറയുകയാണെങ്കിൽ ഇതൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ആലോചിക്കും. കാരണം ഒന്നിൽ നിന്ന് 2 ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്ത ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കണം ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമയം ഒത്തിരി എടുക്കും. ഒരു ചോയ്സ്, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ആംബിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമല്ല, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ പറയും, ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ ഓരോന്ന് അടിവരയിട്ട് പറയും, ഇതാണ് പ്രോസ്, ഇത് കോൺസെപ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നല്ല രീതിയിലൊരു താത്വികമായ അവലോകനമൊക്കെ ചെയ്തിട്ടായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇന്നതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോയ്സൊക്കെ ആളുകൾ, അതായത് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. കാരണം നിങ്ങൾ വളരെ ഫെയർ ആയിട്ടുള്ളൊരു ഉത്തരമായിരിക്കും പറയുന്നുണ്ടാവുക.
പിന്നെ അതുകൊണ്ട് തന്നെ സെയിൽസിൽ അങ്ങോട്ടേക്ക് നിങ്ങൾ നന്നായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ സെയിൽസിലേക്ക് അങ്ങോട്ടേക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത്രയും ഇങ്ങോട്ട് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയും കണ്ടും ശരി ഏതാ തെറ്റേതാന്ന് പറയുന്നുണ്ട്. ഇന്നൊരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സാധനങ്ങൾ വിറ്റുപോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങളൊന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ ഏതാണ് നല്ലത് ഏതാണ് ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ സെയിൽസിൽ അഥവാ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറയാം. ആളുകളുടെയും ജെനുവിനായിട്ട് നിന്നാലും സെയിൽസിൽ മുന്നോട്ടേക്ക് പോകാം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊരു നല്ല രീതിയിൽ സ്ട്രാറ്റജി ഉണ്ടാക്കണം, എങ്ങനെയാണ് ഏതാണ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ഫ്രീലാൻസറായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കാവുന്ന. അതേപോലെ തന്നെ ഏസ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരേപോലെ തന്നെ നിങ്ങൾ ഒരു പണത്തിന് പിറകെ ഒത്തിരി ഓടുന്ന ഒരു വ്യക്തി ആംബീഷ്യസ് ആണ്. അതായത് അങ്ങനെ ഒരു വ്യക്തി ആംബീഷ്യസ് ആണെങ്കിലും പണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ആ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ പാഷൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, പണത്തിന് വേണ്ടി മാത്രം ഒരിക്കലും നിങ്ങളൊരു ജോലി ചെയ്യില്ല. മറിച്ച് ഇനിയൊരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ തൃപ്തി ഉണ്ടായിരിക്കണം. നിങ്ങൾ അതിൽ നിങ്ങൾക്കൊരു ആ ഒരു തൃപ്തിയും ധാരണയും ഉണ്ടായാൽ മാത്രമാണ് ആ ജോലിയിൽ നിങ്ങൾ മുന്നേറുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ജോലി നിങ്ങൾ ഓക്കെ ആണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ താല്പര്യമുണ്ട്. അതായത് നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തും ആവട്ടെ, വേറെ ഇപ്പോൾ ഈ ജോലിക്ക് പോയില്ലെങ്കിൽ ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും, ബിൽസ് പേ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ ആ നിമിഷം നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കുന്ന, അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പിച്ച, നിങ്ങൾ അപ്പോഴും ഒത്തിരി ആലോചിച്ച് നോക്കും ഇത് വേണോ വേണ്ടയോ എന്ന്. വേണ്ട എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടായിട്ടും പിന്നെ അതിൻ്റെ പുറകെ നിങ്ങൾ ഒരിക്കലും പോവില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ് മെയിൻ തീം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ദീർഘവീക്ഷണം വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഗട്ട് ഫീലിംഗ് ഒക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനൊരു തോന്നലുണ്ട് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് മനസ്സ് പറഞ്ഞാൽ ഒരിക്കലും അതിൽ പോകരുത്. കാരണം നിങ്ങളുടെ മനസ്സത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളറിയാത്ത പല കാരണങ്ങളും ചിലപ്പോൾ അതിലുണ്ടാവാം. അപ്പോൾ അങ്ങനെ മനസ്സ് പറയുന്നുണ്ട്, ബാഹ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോസിറ്റിവിറ്റിയിലും, മനസ്സ് നോ ആണ് പറയുന്നതെങ്കിൽ പോവാതിരിക്കുക, അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ മനസ്സ് എസ് ആണ് പറയുന്നതെങ്കിൽ ആ വഴി പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ഓക്കെ. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Nine of Feathers, Chariot energy, Ace of Feathers, 2 of Shells, 4 of Shells, and main theme വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് പറയും, നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുക സ്ത്രീകളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫെമിനിസ്റ്റ് എന്നുള്ളൊരു വിളിപ്പേര് പ്രത്യേകിച്ച് കേൾക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. പുരുഷന്മാരാണെങ്കിൽ പോലും ഇങ്ങനെ കുറച്ചൊരു വളരെ ഇൻഡിപെൻഡൻറ്റ് സ്ട്രോങ് ബോൾഡ് എന്നുള്ളൊരു പേര് മറ്റുള്ളവർ നിങ്ങളെ ചാർത്തി തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ബോൾഡായിട്ട് നിന്ന് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഇത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല എന്ന് പറയാനുള്ളൊരു ദീർഘവീക്ഷണമൊക്കെ നിങ്ങളിലുണ്ട്. മാത്രമല്ല അതിനുള്ള ധൈര്യമുണ്ട്. സെൽഫ് എംപവർമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ എംപവർമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതേസമയം തന്നെ നിങ്ങൾക്ക് ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സംഘടന ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇട്ടിട്ട് പോകാൻ നിങ്ങൾക്കൊരു മടിയില്ല. കാരണം നിങ്ങൾ അത്രയും ബോൾഡാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങളെ പലരും കാണുന്നത്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഓഫീസിലൊക്കെ ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങളുടെ കോളേജ് സ്കൂൾ അതിൽ നിങ്ങളുടെ അപ്പോൾ അതായത് ഒരു സ്ഥാനത്തിരിക്കുന്നവർ, ചിലപ്പോൾ ടീച്ചറായിരിക്കാം, ലെക്ചറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു തെറ്റ്, അതായത് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും, ബുള്ളിങ്, ഹറാസ്മെൻറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ തുറന്ന് സംസാരിക്കുക, തുറന്ന് പറയുക. സിറ്റുവേഷൻസ് ശരിയല്ല എന്നുള്ളതോ പറയാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും ചങ്കൂറ്റും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും ചുറ്റും നടക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഫേമസ് ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ സഹായം തേടാറുണ്ട്. ചാരിയറ്റ് എനർജി ആൻഡ് 2 of Shells എനർജിയാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊരു ഫീൽ എന്ന് പറയും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലൈഫിൽ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു ധാരണ മറ്റുള്ളവർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആണെങ്കിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തും എന്നുള്ളൊരു ധാരണ നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവർക്കുണ്ട്, നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അതേപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ, നിങ്ങളുടെ സംസാരമൊക്കെ മറ്റുള്ളവർ കേട്ടിരുന്ന് പോകുന്ന രീതിയിലാണ്. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പോയിൻറ്റ്സ് കൃത്യമായിട്ട് പറയാനും ഒക്കെ. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആണ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത്. അപ്പോൾ ധൈര്യമാണ് ഏറ്റവും കൂടുതൽ, എൻഡോറൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ വാക്കിനെ പറഞ്ഞിട്ട് അതവിടെ ഇട്ടിട്ട് പോകുന്നല്ല, എന്താണോ പറഞ്ഞത് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന, എത്രയും ദുർഘടം പിടിച്ച സിറ്റുവേഷനിൽ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പിന്നെ പറയുകയാണെങ്കിൽ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സുഹൃത്തുക്കൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും, അങ്ങനെ ഒരു ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. ഫാമിലി ആണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. സുഹൃത്തുക്കളും ഫാമിലിയും ആണ് നിങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുപോലെയുള്ള നല്ല സുഹൃത്തുക്കളും ഒക്കെ നിങ്ങൾക്കുണ്ട്, നല്ലൊരു ഫാമിലിയും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളൊരു അരപ്പിരി ലൂസാണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് പറയാം. കാരണം നിങ്ങളുടെ ചില സംസാരങ്ങൾ, രീതികൾ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള, അവർക്കൊക്കെ ഒന്നും, കാരണം അവരുടെ ലെവല്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല വൈബാണ്, പക്ഷേ ഈ ലെവലിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ലെവല് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ ആ ഒരു വൈബ്, ആ ഹയർ വൈബിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിരന്തരമായിട്ട് ലൈഫ് പേർപ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് അവരെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് കേട്ടിരിക്കും, പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളെ വേറൊരു തലത്തിൽ, നിങ്ങളെ എല്ലാ തലത്തിലും ഉള്ളൊരു നിൽക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ മെറ്റീരിയൽ വേൾഡിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലി, വിദ്യാഭ്യാസം, സമ്പത്ത്, കരിയറും പോലുള്ള കാര്യങ്ങൾ കൂടാതെ സ്പിരിച്വൽ വേൾഡിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ സ്പിരിച്വൽ, നിങ്ങൾ കൂടുതൽ ഒരു സ്പിരിച്വൽ സൈഡിലേക്കാണ്, മതപരമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.